Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്റ്റാഫ് അതെ അവിടെ അഡ്മിനിസ്ട്രേഷന്റെ സ്റ്റാഫ് നേഴ്സ് വരെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ? നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് എടുത്തതൊക്കെ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ക്ലിയർ ആവാത്ത ഭാഗങ്ങളുണ്ടോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? എന്തോ പറഞ്ഞോളൂ. സംശയമെല്ലാം തോന്നണം അല്ലെ? ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മള് പറഞ്ഞു നിർത്തിയത് സ്റ്റാഫ് നഴ്സിന്റെ കുറച്ച് പോയിന്റ്സ് ആണ് അല്ലെ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കുറച്ച് പോയിന്റ്സ് വരെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ? 2-3 പോയിന്റ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നമുക്ക് ഓക്കെ കണ്ടിന്യൂ ചെയ്യാലോ? അപ്പൊ നമ്മള് ഹൈറാർക്കി സിസ്റ്റം അല്ലെ, നഴ്സിംഗിന്റെ ആ ഒരു ഹൈറാർക്കി സിസ്റ്റം ആണ് കണ്ടത്. അതിന്റെ ഏറ്റവും ടോപ്പില് ആരാന്ന് പറയുന്നത്? ഏറ്റവും ടോപ്പില് ഏത് കാറ്റഗറിക്കാരാണ് നഴ്സിംഗിന്റെ? ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന വ്യക്തികളാണ്. അതിന് കീഴില് ആ ഒരു ഫോമാറ്റും ഓർമ്മയിലും എടുത്തിക്കോട്ടെ. നെക്സ്റ്റ് അതിന്റെ അണ്ടറിൽ ആരാണ് വരുന്നത്? ഡയറക്ടറുടെ കീഴില് സൂപ്രണ്ടന്റ്. നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ കീഴില് സൂപ്പർവൈസർ. പിന്നെ അതിന് കീഴില് ഇൻചാർജ് ഉള്ളവര്. then അതിന്റെ കീഴിലുള്ള വ്യക്തികളെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇൻചാർജിന്റെ കീഴിൽ സ്റ്റാഫ് നഴ്സ്. ഓക്കെ, സ്റ്റാഫ് നഴ്സിന്റെ കീഴിലാണ് നമുക്കറിയാം നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെ? സ്റ്റാഫ് നഴ്സിന്റെ ആ ഒരു പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടായിരുന്നു അത്യാവശ്യം ഡ്യൂട്ടീസ് അല്ലെ, ഓരോ പൊസിഷനിലെ ഉള്ളതനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഡ്യൂട്ടീസുകളും ഉണ്ട്. അവരുടെ ഡ്യൂട്ടീസുകൾ അനുസരിച്ചിട്ട് തന്നെയാണ് അവരുടെ വർക്കുകൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടികളെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? പേഷ്യന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ അല്ലെ, ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് സ്റ്റാഫ് നഴ്സുമാരെയാണ്. അവര് പേഷ്യന്റ് ആയിട്ട് നേരിട്ട് ബന്ധമുള്ള ജോലിക്കാർ അല്ലെ, ജീവനക്കാർ തന്നെയാണ്. ദെൻ അവര് എന്താണ് മെയിൻലി നമ്മൾ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കണ്ടു. ഫസ്റ്റ്ലി എന്താ പറയുന്നത്? എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യന്റ് ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നു. Then establish a sympathetic environment by providing emotional, then എന്താണ് സൈക്കോളജിക്കൽ സ്പിരിച്വൽ സപ്പോർട്ട് ടു പേഷ്യന്റ് ഫ്രണ്ട്സ് ഫാമിലീസ്. അതായത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ, അവരുടെ ആ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ സൈഡുകൾ നോക്കുമ്പോൾ, വൈകാരികമായ സ്റ്റേജുകൾ കവർ ചെയ്ത് പോകുമ്പോൾ അവർ ആത്മീയമായിട്ടും അല്ലെങ്കിൽ നല്ല ഫാമിലി മെമ്പറിനെ പോലെ ഒരു ഫ്രണ്ട്സിനെ പോലെയൊക്കെ അവരായിട്ട് ഇടപെടുകയും then solve പേഷ്യൻസ് പ്രോബ്ലം, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ്. അതായത് പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ദെൻ എന്താണ് അവിടെയുള്ള പരിസരങ്ങൾ നമുക്കറിയാം, റൂമിലേക്ക് വരുമ്പോൾ തന്നെ അവരെ ക്ലീൻ ആയിട്ട് നമ്മളെ ടൈഡിയാക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കും പങ്കുവയ്ക്കുക. അത്തരം കാര്യങ്ങൾ വരെയാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇന്ന് എടുത്തു തുടങ്ങേണ്ടത് മെഡിക്കേഷൻ അല്ലെ, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ അല്ലെ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. അതായത് ഓരോ പേഷ്യന്റിനും ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് അതിന്റെ അവൈലബിലിറ്റി അവിടെ ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പൊ സ്റ്റാഫ് നഴ്സ് തന്നെയാണ് ഓരോ പേഴ്സൺസിനെ അല്ലെ ട്രീറ്റ് ചെയ്യുന്നത്. അവരുടെ അനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഉണ്ടോ എന്ന് അവൈലബിലിറ്റി അല്ലെ, അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ഓരോ സമയത്തിന് കൊടുക്കേണ്ട തരത്തിലുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യേണ്ട മെഡിസിൻസ് ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു ചുമതല സ്റ്റാഫ് നഴ്സിനാണ്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ, മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന്റെ ആവശ്യമായിട്ടുള്ള സ്റ്റോറിംഗ് ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഡ്യൂട്ടി ആരെയാണ്? സ്റ്റാഫ് നഴ്സിന്റെയാണ്. നെക്സ്റ്റ് നോക്കാം, ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസസ് ബൈ ചാർട്ടിങ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? എന്റെ വോയിസിൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു ചെറിയ ടീത്ത് പെയിൻ ഉണ്ട്, ഒരു പല്ലുവേദനയുണ്ട്. നിങ്ങൾക്ക് വോയിസ് ഒക്കെ ഓക്കെ അല്ലേ? അപ്പോ
കണ്ടിന്യൂ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ തിരിയാതെ വരുന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ്പ് ഇൻഫോർമേഷൻ കോൺഫിഡന്റ്. അതായത് നമുക്ക് അറിയാം ആത്മവിശ്വാസം ഉണർത്തുന്ന തരത്തിലുള്ള രീതിയിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് എന്ത് കാര്യങ്ങളും നമുക്കറിയാം ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. പേഷ്യന്റിന് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില സംതിങ് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയാസ്പദമായ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരെന്താ പറയാ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണമെങ്കിൽ ഒരു ആത്മവിശ്വാസം വേണം. അപ്പൊ പേഷ്യന്റ് സ്റ്റാഫിനോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ അവർ തമ്മിലൊരു ആത്മവിശ്വാസം ഉളവാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട് അല്ലെ. എങ്കിൽ മാത്രമാണ് അവരെ എല്ലാം തന്നെ തുറന്നു പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ആർക്കുണ്ട്, സ്റ്റാഫ് നഴ്സിന് ഉണ്ട് എന്നുള്ളത്. അപ്പോ മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ്പ് ഇൻഫോർമേഷൻ കോൺഫിഡന്റ് അല്ലെ. ഇൻ കേസ് നമുക്കറിയാം അല്ലെ മറ്റുള്ളവരോട് പ്രൈവറ്റ് ആയിട്ട് തന്നെ എല്ലാവരോടും പബ്ലിക്കായിട്ട് വെളിപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് രഹസ്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞു വരും. അപ്പൊ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കേണ്ടതും സ്റ്റാഫ് നഴ്സിന്റെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. മെയിൻറ്റെയിൻ ഇൻവെന്ററി ചെക്കിങ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. നമ്മൾ മെഡിസിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അതുമാതിരി തന്നെ ഉള്ളതാണ് അതുമായി ബന്ധപ്പെട്ട പേഷ്യന്റ് കിടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള സ്റ്റോക്കും മെറ്റീരിയൽസും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് അല്ലെ. നമ്മളുടെ മാറ്റേഴ്സ് നമ്മുടെയൊക്കെ സ്മിതുകൾ ചോദിക്കും അല്ലെ. അവര് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എങ്കിൽ, സൗകര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് നേരിട്ട് നഴ്സുമാരോടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികളെല്ലാം അല്ലെ, അതായത് ദൈനംദിനമായിട്ട് ഓരോ ഹോസ്പിറ്റലിൽ വേണ്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവര് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇൻവെന്ററി ചെക്കിങ് അവിടെ മസ്റ്റ് ആയിട്ട് നടപ്പാക്കി കൊണ്ടുപോകണം. Then maintain professional and technical knowledge by attending educational workshop. അതായത് നമുക്കറിയാം കേസ് അവരുടെ ഇതായിട്ടുള്ള അല്ലെ ടെക്നിക്കൽ നോളജ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോ ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അവർ ചിലപ്പോൾ ഒരു പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും എല്ലാ നഴ്സുമാരും തന്നെ. എങ്കിലും കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ടെക്നിക്കൽ നോളജും കൂടി അഡീഷണൽ ആയിട്ട് അവർ സമ്പാദിക്കേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവര് അതിനോടൊപ്പം തന്നെ ആ ഒരു ജോലിയോടൊപ്പം തന്നെ ആ വിദ്യാഭ്യാസം കൂടി അവരോടൊപ്പം തന്നെ നേടിയെടുക്കണം എന്നുള്ളത്. മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ്. നമുക്കറിയാം ചില അല്ലെ നൂതന സാമഗ്രികളുടെ ഒക്കെ എന്തെങ്കിലും ഉപയോഗങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ ജോലിയോടൊപ്പം തന്നെ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള അവയർനെസ്സും കൂടി അവര് നേടിയെടുക്കണം. സ്റ്റാഫ് നഴ്സുമാരെ നേടിയെടുക്കണം എന്നുള്ളത്. അത്രയാണ് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാം. അപ്പൊ മിക്കപ്പോഴും ആ ഒരു പേഷ്യന്റിന്റെ അല്ലെ കുറച്ചും കൂടി സർവീസുകൾ അല്ലെ ചാർട്ടിങ് അതൊക്കെ ചോദിക്കാറുണ്ട്. ലാസ്റ്റ് പോയിന്റ് ഒന്നും കൂടി പറയാം. മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ്. അതായത് അവര് ചിലപ്പോ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പൊ അതിന്റെ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവരൊരു ക്ലാസ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ടാവും. കാരണം ആ നോളജ് ആ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കണം അവർക്ക്, അല്ലെങ്കിൽ പേഷ്യന്റിന് അതിന്റെ ആ മെഷീന്റെ ഉപയോഗം എന്താണ് എന്നല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അല്ലെ പോളിസി. ഇപ്പൊ നമ്മളൊരു ക്ലാസ് അല്ലെ ആരുടെയെങ്കിലും ഒരു ക്ലാസ് തയ്യാറാക്കി കൊടുക്കുകയാണ് കുറച്ചും കൂടി നല്ല സർവീസ് ഈ ഒരു പേഷ്യന്റിന് വാഗ്ദാനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള സർവീസുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിലെല്ലാം അറ്റൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്, സ്റ്റാഫ് നഴ്സിനുണ്ട്. അപ്പൊ പുതിയൊരു മെഷീൻ വരികയോ എന്തെങ്കിലും പുതിയ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങളൊക്കെ കൊണ്ടുവരികയോ അതുമായി ബന്ധപ്പെട്ട ചില ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലെല്ലാം അറ്റൻഡ് ചെയ്യണമെന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്, സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയറായോ? അതുകൊണ്ടാണ് അവിടെ ടെക്നിക്കൽ നോളജ് എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടുള്ള ചിലപ്പോൾ നോളജിന് വേണ്ടിയിട്ടായിരിക്കും ആ ശില്പശാലയിലൊക്കെ പങ്കെടുക്കണമെന്ന് പറയുന്നത്. കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് അനുകൂലമായിട്ട് സംഘടിപ്പിക്കുന്നതായിരിക്കും. അവര് അതിൽ അറ്റൻഡ് ചെയ്ത് ആ നോളജ് സമ്പാദിച്ചിട്ട് സർവീസായിട്ട് പേഷ്യൻസിന് കൊടുക്കേണ്ടതാണ്.
ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല? സംശയം ഓക്കെ അല്ല? എന്തെങ്കിലും വേറെ എന്തെങ്കിലും? നമുക്ക് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഹു മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫോർമേഷൻ കോൺഫിഡൻഷ്യൽ. അപ്പൊ നമുക്ക് ആൻസർ നമുക്കറിയാം, സ്റ്റാഫ് നഴ്സുമാരാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഡ്യൂട്ടി ഉണ്ടായിരിക്കും. അതേമാതിരി തന്നെ അല്ലെ, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് അങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ മിക്കപ്പോഴും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഹു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ, അപ്പൊ നമുക്കറിയാം ഇൻചാർജിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അനുസരിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു രൂപരേഖ കിട്ടിയിട്ടുണ്ടാവും. സ്റ്റാഫ് നഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെ, ഒരു കൂടുതൽ ഭൂരിഭാഗമായിട്ടുള്ള ഒരു നഴ്സിംഗ് പാക്കേജ് ആണ്. അപ്പൊ അവരുടെ ഡ്യൂട്ടീസ് എന്താണ്? ഒരു വാർഡിലുള്ള നഴ്സുമാരുടെ ഡ്യൂട്ടിയാണ് ഇൻചാർജിൽ വരുന്നത്. അപ്പൊ വാർഡുമായി കേന്ദ്രീകരിച്ചിട്ട് കുറെ കാര്യങ്ങളായിരിക്കും അവരുടെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുക. തന്നെ ഏറ്റവും ഡയറക്ഷൻ ഒക്കെ അല്ലെ, ഡയറക്ടറിന്റെ ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത് ഒരു ഡയറക്ഷൻ ഒക്കെ ആയിരിക്കും. സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി എന്താണ്? അപ്പൊ ആ ഒരു മൈൻഡിലേക്ക് അത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആൻസർ അറ്റൻഡ് ചെയ്താൽ ഓക്കെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? വായിച്ചു നോക്കാട്ടോ. എല്ലാം വായിച്ചു തന്നെ പോവുക. എവിടെയെങ്കിലും പോയിന്റുകൾക്ക് എന്തെങ്കിലും ഭൂരിഭാഗം എല്ലാവരും ക്ലിയർ ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ തന്നെ ചെയ്യാം. നെക്സ്റ്റ് നോക്കാനുള്ളത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്കറിയാം ലാസ്റ്റ് കാറ്റഗറിയിലുള്ള പേഴ്സൺസ് ആണ് അല്ലെ. നമുക്കറിയാം ഏതൊരു നഴ്സും അവരുടെ ഡ്യൂട്ടികൾ നമുക്ക് പേഷ്യന്റായ എല്ലാവർക്കും അത്യാവശ്യമാണ് അല്ലെ. ഡയറക്ടറുടെ മാത്രം സേവനം കൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നേടിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല അല്ലെ. എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനമോട് ആവശ്യമാണ്. അപ്പൊ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെയും അതിൻ്റെതായ ഡ്യൂട്ടി ഉണ്ട്. നമുക്ക് എന്താണ് പ്രധാനമായിട്ടുള്ളത്? നഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് നഴ്സിംഗ് ഇസ് ഇൻഡിവിജ്വൽ who works under a staff nurse in support role under. തീർച്ചയായിട്ടും നമുക്കറിയാം ആരുടെ അണ്ടറിലാണ്? സ്റ്റാഫ് നഴ്സിന്റെ അണ്ടറിലാണ് അല്ലെ. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ഡ്യൂട്ടിയാണ് ആരുടെ ഡ്യൂട്ടിയിൽ പെടുന്നത്? നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നത്. ഓക്കെ, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ആരെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? സ്റ്റാഫ് നഴ്സിനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്നത്. അവരുടെ ഡ്യൂട്ടിയുടെ ഭൂരിഭാഗം പങ്കും അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. Then assistants have duties like helping patients with their basic needs. അതേപോലെ തന്നെ എന്താണ്? പേഷ്യന്റിനെയും ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടിയും കൂടി ആരിൽ നിക്ഷിപ്തമായിട്ടുണ്ട്? നഴ്സിംഗ് അസിസ്റ്റന്റില് നിക്ഷിപ്തമായിട്ടുണ്ട്. They must be complete ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സ് ഓഫ് നഴ്സിംഗ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അവരുടെ ആ ഒരു ഇതല്ലേ കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്ലോമ കോഴ്സ് ആണ് അവർക്ക് വേണ്ടി വരുന്നത്. ഒരു ചെറിയ ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സ് ഉള്ളവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ കോഴ്സ് ഉള്ളവർക്ക് പിന്നെ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കാം. നമുക്കറിയാവുന്നത് തന്നെയാണ് പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അതേമാതിരി തന്നെ സ്റ്റാഫ് നഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. നമുക്ക് എന്താണ് പറയുന്നത്? ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം അല്ലെ. നമുക്കറിയാം അസിസ്റ്റന്റ് നഴ്സുമാരുടെ സപ്പോർട്ട്. ഇപ്പൊ കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ അല്ലെ ഹോം നഴ്സിന്റെ ഒരു ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അവരെ എന്താണ് പേഷ്യന്റിനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കാൻ അല്ലെ, അതിന്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യന്റ് കിടപ്പ് രോഗികളൊക്കെ ആകുമ്പോൾ അവരുടെ ബാത്ത് കാര്യങ്ങൾ അല്ലെ, കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്. ഇൻ കേസ് അല്ലെ നമുക്ക് എടുത്തുകൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പേഷ്യന്റ് ആണെങ്കിലാണല്ലോ അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ കൊണ്ടുപോയി നമുക്ക് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. ഇൻ കേസ് അല്ലാത്ത പക്ഷം കിടപ്പ് രോഗികൾ തന്നെയാണെങ്കിൽ അവരെ തന്നെ അവിടെ തന്നെ അല്ലെ അവരെ നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിരിക്കേണ്ടതുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുക. Then turn reposition and move patient between wheelchairs, seats and bed. നമുക്കറിയാം ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തീരെ കിടപ്പുള്ളവരുണ്ടാവാം, വീൽ ചെയറിൽ പോകാൻ പറ്റുന്നവരുണ്ടാവാം അല്ലെ. അങ്ങനെയൊക്കെ ഉള്ളവർ എനിക്ക് ഇരുത്താൻ സാധിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവാം. അങ്ങനെ വ്യത്യസ്ത ഇതിലുള്ള പേഷ്യൻസുകളായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തില് വീൽ ചെയറിൽ എടുത്താൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്ത് വീൽ ചെയറിൽ എടുത്തുക, വീൽ ചെയറിൽ നിന്ന് ബെഡിലേക്കൊക്കെ കിടത്തുക, അതിനൊക്കെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട റോള് അസിസ്റ്റന്റിന്റേതാണ്.
Then എന്താണ് സെർവ് മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യൻസ് ടേക്ക് ദ ഫുഡ്. ഭക്ഷണം അല്ലെ, അവർക്ക് സ്വന്തമായിട്ട് സ്വമേധയാ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റില്ല, ബാത്റൂം ഫെസിലിറ്റീസ് ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അല്ലെ, അപ്പൊ അവർക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ തന്നെ ഡ്യൂട്ടിയാണ്. Then measure vital signs such as ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു RN. അതായത് അതിൽ നമ്മളുടെ റൂട്ടീൻ നേഴ്സിനെ അല്ലെ കൃത്യമായിട്ട് കിടപ്പ് രോഗികളൊക്കെ ആവുമ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അല്ലെ വൈറ്റൽ സൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പ്രഷറും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്കപ്പ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വാലുവേറ്റ് ചെയ്തിട്ട് അതെല്ലാം കൃത്യമായിട്ട് റൂട്ടീൻ നഴ്സിനെ അറിയിക്കുക. അതായത് ആ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്ന നഴ്സിനെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യുക എന്നുള്ളത്. RN എന്നുള്ളത് റൂട്ടീൻ നഴ്സ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ക്ലിയർ ആയോ? റൂട്ടീൻ നഴ്സ് RN എന്നുള്ളത് ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു റൂട്ടീൻ നഴ്സ്. നമ്മൾ എന്തെങ്കിലും ഇന്നലെ പനിയൊക്കെ ചൂടൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതും അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറൊക്കെ അതൊക്കെ ഇടയ്ക്ക് ചെക്കപ്പ് ഒക്കെ ചെയ്ത് അത് കൃത്യമായിട്ട് റൂട്ടീൻ നഴ്സിനെ അറിയിക്കുക എന്നുള്ളത്. ഒക്കെയാണോ നഴ്സിംഗ് അസിസ്റ്റന്റിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ്? അയച്ചു നോക്കാം. നമ്മുടെ ഈ ലെസൺ ഇതോടുകൂടി ക്ലോസ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഒക്കെയാണോ? നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ എന്തെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എല്ലാവരും തന്നെ ഒന്ന് നോക്കാം. ഒന്നുമില്ല എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോകാം, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. എല്ലാവരും തന്നെ ഓക്കെയാണ്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടോ? ാണോ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഡയറ്ററി സർവീസ് ആണ്. ഓക്കെ, ഡയറ്ററി സർവീസസ് എല്ലാവരുടെയും കാണും അല്ലെ? ഒന്നെടുക്കാം. ഓക്കെയാണോ? എല്ലാവരും എടുത്തോ? സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഓക്കെ, നമുക്കപ്പോ ഡയറ്ററി സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലിൽ പഴയ കാലഘട്ടത്തിൽ ഇത്രയും സർവീസ് അല്ലെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളൊരു സേവനം അധികം നമ്മള് കേട്ടുകേൾവി ഉണ്ടായി കാണില്ല, ആണോ? ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഴയ കാലഘട്ടത്തിൽ അത്രയധികം കൂടുതൽ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നില്ല അല്ലെ? പക്ഷെ ഈ കാലഘട്ടത്തില് നമുക്കറിയാം എന്താണ് ഭക്ഷണക്രമത്തില് വർഷം കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ? നമുക്കറിയാം ആ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഭക്ഷണം ഉണ്ടായാൽ മതി എന്നുള്ളൊരു കാലഘട്ടമായിരുന്നെങ്കിൽ ഇപ്പോ നമുക്കറിയാം ഒരുപാട് അല്ലെ നമുക്ക് പുറത്തുനിന്നൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിൽ എത്രത്തോളം പ്രോട്ടീൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് വിശകലനം ചെയ്യുക. അതനുസരിച്ച് ഡോക്ടേഴ്സിന്റെ ഒക്കെ കുറെ സജഷൻസ്, കുറെ എന്താണ് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉടലെടുത്ത് തുടങ്ങുന്നത് കൊണ്ട് തന്നെ എന്താണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം എല്ലാവരും തേടാറുണ്ട് അല്ലെ? ശരിയാണോ? ആണോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലെ?
ഓക്കെ, അപ്പൊ അതാണ് അതിലെ പ്രധാനമായിട്ടും ഈ ഒരു സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഭക്ഷണക്രമം, അതിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം എന്ന് പറയുന്നതും എന്താണ് മെഡിസിനോടൊപ്പം തന്നെ ഭക്ഷണക്രമത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ രോഗി അല്ലെ അവരുടെ ഓരോ പേഷ്യന്റിനെ ശ്രദ്ധിക്കുമ്പോഴാണ് രോഗം മാറുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള സേവനങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം. Hospital dietary services is a service that meets the needs of patients coming from outside regarding diet recommendation and food counseling based on their needs while taking their kind and nature of a diseases consideration. Okay, okay. ഓക്കെ, ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് നേരത്തെയുള്ള PDF ഇതിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തതാണ്. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസസ് സർവീസ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പേഷ്യൻസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻസ് ആൻഡ് ഫുഡ് കൗൺസിലിംഗ് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദെയർ കൈൻഡ് ആൻഡ് നേച്ചർ ഓഫ് ഡിസീസ് കൺസിഡറേഷൻ. അതായത് നമ്മളിപ്പോ അവിടെ ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അല്ലെ ആ രോഗിയുടെ രോഗം എന്താണോ ആ രോഗിയുടെ രോഗാവസ്ഥയുടെ ആ തരവും അല്ലെങ്കിൽ അതിന്റെ സ്വഭാവ സവിശേഷതകളും അടിസ്ഥാനമാക്കിയിട്ടാണ് എന്താണ് ഡോക്ടേഴ്സ് ഇന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്നതൊക്കെ നമ്മൾ വർജിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തില് കൗൺസിലിംഗ് നടത്താൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെന്റ് അതിന് മുൻകൈ എടുക്കുന്നത് ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് മുൻകൈ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഈസ് എ സർവീസ്, അതൊരു സർവീസ് ആണ് പ്രദാനം ചെയ്യുന്നത്. That meets the needs of patients coming from outside regarding diet recommendation. അല്ലെ, ഡയറ്റുമായിട്ടുള്ള ശുപാർശകൾക്ക് വേണ്ടി വരുന്ന പേഷ്യൻസിന് നൽകുന്ന സേവനങ്ങൾ അവർക്ക് അത്തരത്തിലുള്ള ശുപാർശകൾ എന്തൊക്കെയാണോ, ചില ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല, ചിലതെല്ലാം ഉൾപ്പെടുത്തണം, അത് ഏത് സമയത്ത് കഴിക്കണം എന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ അത് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫുഡ് കൗൺസിലിംഗ്. ഓക്കെ, അത് ചിലരുടെ ഇപ്പോഴത്തെ ഇതിലുണ്ടോ, തെറ്റുകളുണ്ടോ? പേഷ്യന്റ് റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻസ് എന്ന് തന്നെയല്ലേ ഉള്ളത്, അതോ ഇൻ പേഷ്യന്റ് ഗിവൻ ന്യൂട്രീഷൻസ് അങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്? ആണോ, അങ്ങനെയാണോ ഇൻ പേഷ്യന്റ് ഗിവൻ ന്യൂട്രീഷൻ? യെസ് യെസ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ക്ലിയർ ചെയ്തേരെ. ഓക്കെ, ഓക്കെ ഓക്കെ. യെസ്, അതിലൊരു കറക്ഷൻ ഉണ്ട്, ഇതിലുള്ളത് മാതിരി ഒന്ന് കറക്റ്റ് ചെയ്തേരെ. ഞാനതാണ് ഇതിലൊക്കെയാണ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രസന്റിൽ കാണിച്ചിരിക്കുന്ന അതിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒന്ന് ചേഞ്ച് ചെയ്തേരെ. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് that meets the needs of patients coming from outside regarding diet recommendations and food counseling based on their needs while taking their kind and nature of disease consideration. Okay, അതിന്റെ ചില ഭാഗത്തുണ്ട് അവിടെ ആ ഒരു ഇൻപേഷ്യന്റ് ഗിവൻ ന്യൂട്രീഷൻ എന്നുള്ള ഭാഗത്ത് റിഗാർഡിംഗ് ഡയറ്റ് വരുന്നുണ്ട്. അതേമാതിരി തന്നെ എന്താണ് നേച്ചർ ഇൻ ടു കൺസിഡറേഷൻ എന്നാണ് അവിടെ നേച്ചർ ഓഫ് ഡിസീസ് കൺസിഡറേഷൻ, രോഗത്തിന്റെ പരിഗണന അല്ലെ, രോഗത്തിന്റെ ആ ഒരു കൺസിഡർ അത് ഏത് രോഗമാണെന്നുള്ള പരിഗണനയ്ക്ക് ശേഷമാണ് അവർക്ക് ഇത്തരത്തിലുള്ള സർവീസ് പ്രദാനം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. രോഗം എന്താണോ അതിന്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അത് ഏത് തരം രോഗമാണ് നമുക്കറിയാം. എന്താണ് നമ്മുടെ എന്താണ് ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, അവിടെ മധുരത്തിന്റെ കാര്യത്തിൽ ഷുഗറിന്റെ കാര്യത്തിൽ അവിടെ കൗൺസിലിംഗ് നടത്തണം അല്ലെ, ആ ഡോക്ടർ കൗൺസിലിംഗ് നടത്തണം. അതേമാതിരി തന്നെ പ്രഷർ ആണെങ്കിൽ നമുക്കറിയാം സാൾട്ടിന്റെ കാര്യത്തിൽ അവിടെ പ്രധാനമായിട്ട് കൗൺസിലിംഗ് നടത്തി കൊടുക്കേണ്ടതുണ്ട്. അതുമാതിരി തന്നെ ഏത് രോഗത്തിനും ഹാർട്ടുമായി ബന്ധപ്പെട്ട ഡിസീസസ് ആണെങ്കിലും കിഡ്നി ഫെയിലിയറുമായി ബന്ധപ്പെട്ട ഡിസീസ് ആണെങ്കിലും ഏത് തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം. അപ്പൊ രോഗത്തിന്റെ പരിഗണിച്ചിട്ട് വേണം അവർക്ക് ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് നടത്താനായിട്ട്. ഓക്കെ അല്ലേ, കറക്റ്റ് ചെയ്തോ? കറക്റ്റ് ചെയ്തോ? ഓക്കെ, ഞാൻ സെന്റൻസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം.
എന്താണ് ഹോസ്പിറ്റൽ ഡയറ്റ് സർവീസസ് ഈസ് എ സർവീസ്, അതൊരു സർവീസ് സേവനമാണ്. ദാറ്റ് മീൻസ് ദ നീഡ്സ് ഓഫ് പേഷ്യൻസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻ അല്ലെ. അവിടെ പ്രധാനമായിട്ടും പേഷ്യൻസ് വരുന്നത് ഡയറ്റുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ആ ഡിപ്പാർട്ട്മെന്റിനെ പേഷ്യൻസ് സമീപിക്കുന്നത്. ആൻഡ് ഫുഡ് കൗൺസിലിംഗ് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദെയർ കൈൻഡ് ആൻഡ് നേച്ചർ ഓഫ് എ ഡിസീസ് കൺസിഡറേഷൻ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവർ കൗൺസിലിംഗ് അല്ലെ, ഡോക്ടർമാര് കൗൺസിലിംഗ് കൊടുക്കും. എന്തിന്റെ ബേസിലാണ് അവർ കൗൺസിലിംഗ് കൊടുക്കുന്നത്? ഏത് തരത്തിലുള്ള രോഗമാണോ ആ രോഗത്തിന്റെ സ്വഭാവങ്ങളും അതിന്റെ തരവും ഒക്കെ നോക്കിയിട്ടാണ് അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണക്രമ കാര്യത്തിലൊക്കെ കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മീനിങ് ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. It is the most significant hospital supporting service assisting in the restoration of a health through diets created using science. അതായത് ഇതിലെ പ്രധാനമായിട്ട് പറയുന്നത് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം അല്ലെ, ആരോഗ്യത്തിനെ വീണ്ടെടുക്കുക അല്ലെ. ഏത് രോഗമാണെങ്കിലും ആ രോഗിക്ക് മെഡിസിൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഭക്ഷണക്രമത്തിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അല്ലെ ഒരു ചിന്താഗതിയും കൂടി ഉൾപ്പെടുത്തി നമുക്കറിയാം പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം, ഇത്തരത്തിലുള്ള രോഗങ്ങള് ഏത് ഭക്ഷണം കഴിച്ചാൽ അല്ലെ കാഠിന്യാവസ്ഥയിലാവും അല്ലെങ്കിൽ ഇച്ചിരി കൂടി ലെവല് കുറഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ളത് ശാസ്ത്രീയ അടിസ്ഥാനത്തില് വിശകലനം ചെയ്തിട്ട് രോഗിയുടെ ആരോഗ്യനില റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് വീണ്ടെടുക്കുക. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്കിപ്പോ കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഡയറ്റ് സർവീസിന്റെ സേവനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് അല്ലെ, പ്രധാനമായിട്ടും ഭക്ഷണക്രമത്തിലുള്ള ഒരു വേരിയേഷൻ ആണ് അവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നത്. അത് ഏത് രീതിയിലാണെന്ന് പറയുന്നത് അല്ലെ സയൻസിന്റെ ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം രോഗാവസ്ഥയുടെ അല്ലെ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് വീണ്ടെടുക്കുക. ഹെൽത്ത് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നല്ല ആരോഗ്യാവസ്ഥ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയ അടിസ്ഥാനത്തില് നമ്മുടെ അല്ലെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സർവീസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്. പ്രധാനമായിട്ടും ഭക്ഷണക്രമത്തിലാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്താണ് ചില ഭക്ഷണങ്ങൾ വേണം, ചില ഭക്ഷണങ്ങൾ വേണ്ട എന്നുള്ള അനുമാനത്തിലേക്കാണ് ശാസ്ത്രീയമായിട്ട് തന്നെ ഡോക്ടേഴ്സ് പേഷ്യന്റിനെ കൗൺസിലിംഗ് നടത്തി കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത്. ഓക്കെ, educating the patient who are receiving treatment at the hospital regarding use and benefit of various food and health diet. അതായത് പ്രധാനമായിട്ട് നമുക്കറിയാം പേഷ്യൻസിന് ഒരു പക്ഷെ അറിയണമെന്നില്ല അല്ലെ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണത്തിലാണ് ചില ഗുണങ്ങൾ ഉള്ളത്. നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട് ഈ ഭക്ഷണത്തിന് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഈ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് എന്റെ രോഗം വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ, ഒരു നോളജ് ഒരു പക്ഷേ പേഷ്യന്റിന് ഉണ്ടായെന്ന് വരില്ല അല്ലെ. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും ചെയ്യുന്ന മറ്റൊരു സേവനം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ് who are receiving treatment at the hospital regarding the use and the benefit of various food and healthy diet. എന്താണ് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഡയറ്റ്, എന്താണ് ഏതൊക്കെ ഫുഡില് എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്, നമ്മുടെ രോഗാവസ്ഥയുമായിട്ട് ട്രീറ്റ്മെന്റുമായിട്ട് ഈ ഭക്ഷണക്രമത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ രൂപേണ തന്നെ അല്ലെ നമുക്ക് അറിവ് പ്രദാനം ചെയ്യുന്ന ഒരു സർവീസും കൂടി ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രദാനം ചെയ്യുന്നുണ്ട്. ദെൻ വീണ്ടും അതിന്റെ ബ്രാക്കറ്റിൽ പറയുന്നു contains adequate amount of all the necessary nutrients required for health, growth and activity. അതായത് നമ്മുടെ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ അല്ലെ സമീകൃത ആഹാരം എന്നൊക്കെ പറയുമ്പോൾ
അതിൽ എന്താണ് നമുക്ക് അറിയാം, എന്താണ് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരമാണ് അല്ലെ. അത് നമ്മുടെ ആരോഗ്യ വളർച്ചയ്ക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ പ്രവൃത്തി ചെയ്യാനായിട്ടും അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മുടെ ശരീരത്തിന് അമിതമായ വണ്ണത്തിനോ അല്ലെങ്കിൽ ശരീരം ആവശ്യമില്ലാത്ത കുറെ ന്യൂട്രിയൻസ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ആവശ്യത്തിന് ന്യൂട്രിയൻസ് പോഷക സമൃദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരീരത്തിന് ആവശ്യമുള്ളൂ അല്ലെ. അധികമായാലും പ്രശ്നമാണ്, എന്നാൽ കിട്ടാതിരുന്നാലും പ്രശ്നമാണ് അല്ലെ. ശരിയല്ലേ അല്ലേ? നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകുന്നുണ്ടോ? വോയിസ് പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് വിട്ടുപോകരുത്. നമ്മൾ പോർഷൻസ് അങ്ങനെ നീങ്ങില്ല. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടി വരും അല്ലെ. തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റിന്റെ ബേസിൽ ചെല്ലുമ്പോൾ ഡോക്ടർ അതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം അതിനനുസരിച്ച് തരും. ന്യൂട്രിയസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. നമുക്കറിയാം ന്യൂട്രിയൻസ് അല്ലെ, പ്രധാനമായിട്ടും പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നല്ല ആരോഗ്യത്തിനെ നിലനിർത്തുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ന്യൂട്രിയൻസ് ഡയറ്റ് എന്ന് പ്രധാനമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻട്രൊഡക്ഷൻ എന്താന്ന് നോക്കിയാണോ? വായിച്ചു നോക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഡോക്ടർ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്, വിദ്യാലയം അറിവ് പ്രദാനം ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഭക്ഷണക്രമത്തില് ട്രീറ്റ്മെന്റിനോടൊപ്പം ഭക്ഷണക്രമം ക്രമീകരിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അത്തരത്തിലുള്ള മാറ്റേഴ്സ് ആണ് നമ്മൾ ആ സർവീസിൽ നിന്നും ആ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പേഷ്യന്റിനായിട്ട് കുറച്ച് കിട്ടുന്നത് അല്ലെ. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം ക്യാൻറ്റീൻ സർവീസ് ഒക്കെ പ്രദാനം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ്? ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ സർവീസ് ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണെന്ന് അറിയാമോ? ഇല്ല, അറിഞ്ഞിട്ടും പറയാതിരിക്കുന്നതാണോ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ഏതിന്റെ അണ്ടറിലായിരിക്കും ക്യാൻറ്റീൻ സർവീസ് ഒക്കെ വരുന്നത്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ക്യാൻറ്റീൻ സർവീസ് ഒക്കെ വരുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം അവിടെ ഭക്ഷണക്രമമാണ് അതിലും നടക്കുന്നത് അല്ലെ. ഭക്ഷണങ്ങളാണ് അവിടെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണകാര്യമായത് കൊണ്ട് തന്നെ നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് തന്നെ വരുന്നതാണ്. ഇനി നമുക്ക് നോക്കാം, ഒബ്ജക്റ്റീവ്സ് നോക്കാം, ലക്ഷ്യങ്ങളിലേക്ക് നോക്കാം. ടു പ്രൊവൈഡ്, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യൻസ് delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. അതായത് നമ്മളിപ്പോ ക്യാൻറ്റീൻ സർവീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ ആ ഒരു സർവീസ് അവിടെ കൊടുക്കുന്നുണ്ട് എങ്കിൽ തന്നെ നമുക്കറിയാം നല്ല ശുചിത്വം പാലിച്ചുകൊണ്ട് തന്നെ അതേമാതിരി തന്നെ എന്താ പറയുന്നത്, ഡെലിവറി, സാനിറ്റേഷൻ ടു ഓൾ പേഷ്യൻസ് അല്ലെ. പ്രൊഡക്ഷൻ, ഡെലിവറി, സാനിറ്റേഷൻ ഓഫ് ഓൾ പേഷ്യൻസ്. പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ഹൈജീൻ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അവർ എത്തരത്തിലുള്ള മീൽസ് ആണ് പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ന്യൂട്രിയസ്, ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ് അല്ലെ. പോഷക സമൃദ്ധമായ, രുചികരമായ, അതോടൊപ്പം തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് എന്താണ് നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള സംരംഭങ്ങളിലൂടെയൊക്കെ നമുക്ക് അവിടെ വിതരണം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ശുചിത്വം പാലിച്ചുകൊണ്ട് തന്നെയാണ് പേഷ്യൻസിനൊക്കെ അത്തരത്തിലുള്ള ഒരു സർവീസ് പ്രദാനം ചെയ്യുന്നത് എന്ന് പറയുന്നു. സെക്കൻഡിലെ പറയുന്നത് ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. അതായത് അവരെപ്പോഴും വിലയിരുത്തുന്നുണ്ട് എന്താണ് എത്രത്തോളം ഭക്ഷണത്തിന്റെ കാര്യത്തില് നന്നായിട്ട് എന്താണ് വിലയിരുത്തിയതിനു ശേഷമാണ്, അതിന് മുൻകൂട്ടി ഒരു ആസൂത്രണമൊക്കെ തയ്യാറാക്കിയതിനു ശേഷമാണ് അവര് ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുന്നത്. ഇൻ കേസ് നമുക്കറിയാം അവിടെ പേഷ്യന്റ് റിലേറ്റീവ്സ് തന്നെ അതേമാതിരി തന്നെ അവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങള് തന്നെ അതേമാതിരി തന്നെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസ് അങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ ആവശ്യത്തിന് എന്തൊക്കെ തരത്തിലുള്ള ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ചാർട്ട് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഇൻപേഷ്യന്റിനൊക്കെ ഭക്ഷണം പ്രദാനം ചെയ്യുന്നത്. അപ്പം അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് വിലയിരുത്തിയതിനു ശേഷമായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ എല്ലാവർക്കും ക്രമീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു പോഷക സമൃദ്ധമായിട്ടുള്ള
അതേമാതിരി തന്നെ രുചികരമായിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ശുചിത്വത്തോടുകൂടിയുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നു. ദെൻ ഇത് എല്ലാവർക്കും തന്നെ എത്തിക്കുന്നത് നേരത്തെ കൂട്ടി വിലയിരുത്തിയതിനു ശേഷമാണ് അല്ലെ. ഓരോരുത്തർക്കും എന്തൊക്കെ ചാർട്ട് പ്രകാരം തന്നെ കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വിലയിരുത്തിയതിനു ശേഷമാണ് അവിടങ്ങളിലെ പേഷ്യൻസിനൊക്കെ എത്തിക്കുന്നത്. ദെൻ കാൽക്കുലേറ്റിംഗ് കലോറിക് നീഡ്സ് ആൻഡ് ന്യൂട്രീഷൻ കെയർ പ്ലാനിങ്. അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ, ഇത്ര കലോറി ഊർജ്ജമുണ്ട് അല്ലെങ്കിൽ ഇത്രയും പോഷകസമൃദ്ധമായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ട്, അതൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ട് മാത്രമാണ് ഭക്ഷണക്രമത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത്. ദെൻ എന്താണ് പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. അതായത് ചിലപ്പോഴൊക്കെ പേഷ്യൻസിന് ചിലപ്പോഴൊക്കെ അല്ലെ വ്യക്തിപരമായി തന്നെ ചിലർക്ക് ചില നിർദ്ദേശങ്ങൾ പങ്കുവെക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇൻഡിവിജ്വലി ആ ഡയറ്റ് ചാർട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് അതിന്റെ അസിസ്റ്റൻസ്, ചിലപ്പോൾ ചിലർക്ക് അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കഴിക്കണമെന്ന് ഉപ്പില്ലാതെ കഴിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മധുരം വേണ്ടാന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ അതൊക്കെ അസിസ്റ്റ് ചെയ്തു കൊടുക്കാൻ, എന്തുകൊണ്ടാണ് കഴിക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന സമയത്ത് കഴിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രദാനം ചെയ്യുന്നത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം തന്നെയാണ്. ഇതിന്റെ മറ്റൊരു ലക്ഷ്യം പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഓർ ഇൻപേഷ്യന്റ് ഡയറ്റ്. ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ അല്ലെ. എന്താണ് ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഔട്ട് പേഷ്യൻസ്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അല്ലെ ഡോക്ടറെ കണ്ട് വിസിറ്റ് ചെയ്ത് പോകുന്ന പേഷ്യൻസ്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ്. ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ചിലപ്പോ രോഗിയോട് അല്ലെ ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിരിക്കും. നമുക്കറിയാം നഴ്സുമാര് അല്ലെ, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ചിലപ്പോ ആണെങ്കിൽ നിങ്ങൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വേണം വീട്ടിൽ പോകാൻ എന്നൊക്കെ ഉള്ള ഒരു നിർദ്ദേശം ഡോക്ടർ പറയാം ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ കൂടി. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഔട്ട് പേഷ്യന്റിലാണെങ്കിൽ കൂടി ആ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം കൂടി അവരുടെ കൗൺസിലിംഗ് കൂടി കഴിഞ്ഞിട്ട് വേണമായിരിക്കും, ഭക്ഷണ കാര്യങ്ങളും കൂടി കേട്ടിട്ട് വേണമായിരിക്കും വീടുകളിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കൗൺസിലിംഗ് അപ്പൊ അവരെ കൃത്യമായിട്ട് നിർദ്ദേശിക്കും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം, ഒരു ദിവസം ഇത്ര പ്രാവശ്യം ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയാണ് കഴിക്കേണ്ടത്, അതിൽ ഉപ്പ് അടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ മധുരം അടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ അല്ലെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ. നമുക്കറിയാം വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം, ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കണം, മീറ്റ് ഒഴിവാക്കണം, അങ്ങനെ പല നിർദ്ദേശങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലെ. ഇൻപേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് നടത്തുന്നതും ഇതിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. ദെൻ ലാസ്റ്റ് നോക്കാം ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്റിക്സ്. അതായത് നമ്മള് കൂടുതൽ അല്ലെ ഡയറ്റിക്സ് ആവശ്യം ആവാനായിട്ടല്ലേ കൂടുതലായിട്ടുള്ള ഭക്ഷണക്രമത്തിലെ പരിശീലനം. അത് ചിലപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒരു വണ്ണമുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്ന വ്യക്തികളൊക്കെ എല്ലാവരും വണ്ണമുള്ളവരൊക്കെ ഭക്ഷണം കഴിച്ചതുകൊണ്ടല്ല നമുക്കറിയാം അല്ലെ. പക്ഷെ ഭക്ഷണം നന്നായിട്ട് കഴിക്കണമെന്ന ടെൻഡൻസി ഉള്ള വ്യക്തികളും ഉണ്ടാകും. അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഡയറ്റ് ആവാൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ഒരു ട്രെയിനിങ് ചിലപ്പോൾ ആണെങ്കിൽ ഫസ്റ്റിൽ ഇങ്ങനെയൊക്കെ കുറേശ്ശെ ആയിരിക്കും അവർക്ക് ആ ട്രെയിനിങ് കൊടുത്തായിരിക്കും ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡയറ്റിക്സും കാര്യങ്ങളെല്ലാം ഇതിന്റെ തന്നെ ഒരു ലക്ഷ്യം തന്നെയാണ്, അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് വായിച്ചു നോക്കാം. ാണോ? അടുത്ത പാരഗ്രാഫും കൂടി നോക്കാം. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. Dietitians are health professionals ideally skilled in implementing and altering good routines of an individual or a population. അപ്പൊ നമുക്കറിയാം ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു അല്ലെ തൊഴിൽ സമ്പാദിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഡയറ്റീഷ്യൻസ് എന്നറിയപ്പെടുന്നത്.
and ideally skilled in implementing and altering good routine of an individual or a population. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തിപരമായിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് നല്ലൊരു റൊട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണ ശൈലി കാര്യങ്ങൾ അല്ലെ, അത് ആൾട്ടർ ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഓരോ സമയത്തിന് ഏതൊക്കെ സമയത്തൊക്കെ കഴിക്കണം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അത് പറഞ്ഞ് നടപ്പാക്കി കൊടുക്കുക അല്ലെ. ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നടപ്പാക്കുക. ഐഡിയലി സ്കിൽഡ്. അപ്പൊ നമുക്കറിയാം അത് പെട്ടെന്നൊന്നും നടപ്പാക്കാനായിട്ട് ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് പറ്റില്ല എന്നുള്ളത് എന്താണ് ആ ഡയറ്റീഷ്യന് കൃത്യമായിട്ട് അറിയാം. കാരണം അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ ചില ടെൻഡൻസികൾ ഉണ്ട് എന്നൊക്കെ തീർച്ചയായിട്ടും ഡയറ്റീഷ്യനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ആദ്യം എങ്ങനെയാണ് ഈ ഒരു ഡയറ്റ് ചാർട്ട് കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ പറ്റുക എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഡയറ്റീഷ്യനെ അറിയാൻ പറ്റും അല്ലെ. ചില കാര്യങ്ങൾ ചിലര് നമുക്കറിയാം ഡയറ്റ് ആവാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ പാടെ അങ്ങോട്ട് ഒഴിവാക്കും, അതൊക്കെ ചില നേരത്ത് കൂടുതലായിട്ട് കഴിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴൊരു എന്താണ് ചിലപ്പോൾ കുറെ ദിവസം പട്ടിണിയൊക്കെ കിടക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒന്നിച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. അപ്പൊ അതിനൊക്കെ പെട്ടെന്ന് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തീർച്ചയായിട്ടും ഡയറ്റീഷ്യനാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ അല്ലെ. കാരണം അവര് അതുമായി ബന്ധപ്പെട്ട ആ തൊഴിൽപരമായിട്ട് തന്നെ കുറെ നോളജ് അവർ സമ്പാദിച്ചിട്ടുണ്ട്. അപ്പൊ ഡയറ്റീഷ്യൻസ് ആറ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്, ഐഡിയലി സ്കിൽഡ് അല്ലെ. അവർക്ക് നല്ല ഒരു സ്കില്ലുണ്ട്, അത് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. ഇത് ഇംപ്ലിമെന്റിങ് ആൻഡ് ആൾട്ടറിങ് ഗുഡ് റുട്ടീൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ പോപ്പുലേഷൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും നല്ല രീതിയിൽ ഡയറ്റുമായി ബന്ധപ്പെട്ടുള്ള നല്ല റുട്ടീന് നടപ്പാക്കാനായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറ്റീഷ്യൻ ഈസ് ദ one who manages the preparation of a therapeutic or other types of foreign individuals or groups in hospital, institutions, other establishment and for workers in a particular sector in the structure in a selection and a proper preparation of a food as the diet. ഇപ്പൊ നമുക്കറിയാം ഏതൊരു അല്ലെ ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിലും അവിടെ പല കാറ്റഗറിയിലുള്ള പേഴ്സൺസ് ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഓരോ കാറ്റഗറിക്ക് ആയിട്ടുള്ള വ്യക്തികൾക്ക് നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുട്ടികളുണ്ട്, വാർദ്ധക്യമുള്ള ആൾക്കാരുണ്ട്, ദെൻ മിഡിൽ ആയിട്ടുള്ള ആൾക്കാരുകളുണ്ട്. അതുമാതിരി തന്നെ എന്താണ് ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അവിടെ ഒരുപാട് സിക്കായിട്ടുള്ള പേഴ്സൺസ് ഉണ്ട്. ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നവരുണ്ട്, കഴിക്കാൻ പറ്റാത്തവരുണ്ട്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവർക്കെല്ലാവർക്കും ചേരുന്ന തരത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഡയറ്റീഷ്യനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത്തരത്തില് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത് ഡയറ്റീഷ്യനാണ്. ഡയറ്റീഷ്യൻ ഈസ് ദ വൺ ഹു മാനേജ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് തെറാപ്യൂട്ടിക്, ചികിത്സാപരമായ രീതിയിലുള്ള കാര്യങ്ങളുടെ മാനേജ്മെന്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ other types for individuals or groups in ഹോസ്പിറ്റലാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ ഹോസ്പിറ്റലിനോട് ചേർന്ന് എന്താണ് മെഡിസിൻ കോളേജുകളും അല്ലെ ഇതുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഫുഡിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ചിലപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനും ഫുഡ് പ്രദാനം ചെയ്യേണ്ടതുണ്ടാവും. അവിടെ പേഷ്യൻസിന് മാത്രമല്ല എന്താണ് പേഷ്യൻസിന്റെ ഒപ്പം വരുന്ന വിസിറ്റേഴ്സിനെ ചെയ്യാൻ ചിലപ്പോൾ എന്താണ് പരിഗണിക്കേണ്ടതുണ്ട്, അവിടെയുള്ള സ്റ്റാഫുകളെ പരിഗണിക്കേണ്ടതുണ്ട്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും അതിനോടൊപ്പം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയൊക്കെ അവരെ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ ഓരോരുത്തരെയും പരിഗണിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ് പ്രദാനം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആരെ നിക്ഷിപ്തമാണ്, നമ്മുടെ ഡയറ്റീഷ്യനിൽ നിക്ഷിപ്തമാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? നമുക്ക് ഒരു സെന്റൻസ് കൂടി നോക്കാം. അതിൽ പ്രധാനമായിട്ട് പറയുന്നു ഫുഡ് ആസ് പെർ ഡയറ്ററി പ്രിൻസിപ്പിൾസ് ഡിസ്ചാർജ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാംസ് ആൻഡ് മേ ബി ലയബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇവിടെ നിങ്ങൾ അവിടെ ഒരു ഈ സെക്ടർ കഴിയുമ്പോൾ ഒരു ഹീ കൊടുത്തല്ലേ, അപ്പൊ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ പഠിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഒരു വലിയ ലെങ്തി സെന്റൻസ് ആയിട്ട് വരും, നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയാ ഒരു കൂട്ടിച്ചേർക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇവിടെ സെക്ടേഴ്സ് കഴിയുമ്പോൾ കോമയ്ക്ക് പകരം ഫുൾ സ്റ്റോപ്പ് കൊടുക്കാം. ഹി ഇൻസ്ട്രക്ടർ, ഡയറ്റീഷ്യൻ ഇൻസ്ട്രക്ടർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറഞ്ഞ മാറ്റർ ക്ലിയർ ആയോ? പർട്ടിക്കുലർ സെക്ടർ എന്നുള്ളത് ഓക്കെ ടെക്സ്റ്റിൽ അങ്ങനെയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് തിരുത്തൽ വന്നേരം കൊണ്ടാണ് ഞാൻ അതൊന്ന് റെക്കമെൻഡ് ചെയ്തത്.
ഓക്കെ, നമ്മുടെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹി ഇൻസ്ട്രക്ട്സ്. അപ്പൊ നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് ഓക്കെ ക്ലിയർ ആണ്. ഇവിടെ കൃത്യമായിട്ട് എങ്ങനെ പറയണം, എന്താണ് ഹി ഇൻസ്ട്രക്ട്സ് അല്ലെ, ഡയറ്റീഷ്യൻ ഇൻസ്ട്രക്ട്സ് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്റിക് പ്രിൻസിപ്പിൾ അല്ലെ. ഇനി നമ്മൾ പറയാണ് അത് എപ്പോഴും എന്താണ് ഡയറ്റിക് പ്രിൻസിപ്പിളിലാധിഷ്ഠിതമായിട്ട്, തത്വാധിഷ്ഠിതമായിട്ട് അല്ലെ, ഭക്ഷണക്രമത്തിന്റെ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇപ്പൊ ഇൻ കേസ് ഒരു പേഷ്യന്റിന് ഡിസ്ചാർജ് ഡ്യൂട്ടീസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഡയറ്റീഷ്യൻ പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണം. then അതനുസരിച്ചുള്ള ഭക്ഷണക്രമങ്ങളെല്ലാം ക്രമീകരിച്ച് അല്ലെ, എപ്പൊ കഴിക്കണം, ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ട മെഡിസിൻസ്, ഇന്ന മെഡിസിൻ കഴിച്ചതിന് ശേഷം ഇന്ന ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല എന്താണ് ലൈബിൾ ഫോർ പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. അത് മാത്രമല്ല നമുക്കറിയാം അവിടെ ഇങ്ങനെ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് മേടിക്കണം അല്ലെ, കളക്ട് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്താണ് അത് തീരുമാനിക്കേണ്ടത് ഡയറ്റീഷ്യന്റെ അണ്ടറിൽ തന്നെയാണ്. ഇന്ന സാധനങ്ങൾ ഇന്ന ദിവസം വേണം, ഇന്ന പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന് ഇന്ന ഭക്ഷണക്രമങ്ങളാണ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവിടെ വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കുക അല്ലെ എന്നുള്ള പർച്ചേസിങ് ചെയ്യേണ്ട ഒരു, പർച്ചേസ് ചെയ്യാൻ പോകുന്നവരായിരിക്കില്ല, പക്ഷെ ഇവരുടെ ആ ഒരു അല്ലെ അവരുടെ ഒരു സ്ലിപ്പിന്റെ ബേസിലായിട്ടായിരിക്കും അവര് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് സംഭവങ്ങളെല്ലാം ആവശ്യമായിട്ടുള്ളത് കളക്ട് ചെയ്യുന്നത്. ഓക്കെ ക്ലിയർ അല്ലേ? അല്ലേ? ഞാൻ ഇന്നത്തേക്ക് ഇത്രയും എടുക്കുന്നുള്ളൂ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ ഡൗട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം ക്ലിയർ ആണോ? എവിടെയെങ്കിലൊക്കെ ഇതുണ്ടോ കംപ്ലൈന്റ് മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെയാണോ? ക്ലിയർ ആണ്. Next time. Thank you. Thank you, ma'am. Thank you, miss. Thank you, ma'am.